എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ക്വിസ് 2026 ഗലാത്യ 6-ാം അധ്യായത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും വിത്ത് ഓപ്ഷനോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗലാത്യ അധ്യായം 6. ഗലാത്യ അധ്യായം 6 18 വാക്യങ്ങളാണുള്ളത്. ഗലാത്യ അധ്യായം 6 2 ശീർഷകങ്ങളാണുള്ളത്. ഒന്നാമത്തെ ശീർഷകമാണ് പരസ്പരം സഹായിക്കുക. 1 മുതൽ 10 വരെയാണ് ഒന്നാമത്തെ ശീർഷകം വരുന്നത്. രണ്ടാമത്തെ ശീർഷകമാണ് അന്തിമ നിർദ്ദേശങ്ങൾ. 11 മുതൽ 18 വരെയാണ്. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യമാണ്, ഗലാത്യ 6-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 19, 18, 17, 16. ഉത്തരം 18. രണ്ടാമത്തെ ചോദ്യമാണ്, ഗലാത്യ 6-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? 3, 1, 2, 4. ഉത്തരം 2. മൂന്നാമത്തെ ചോദ്യമാണ്, ഗലാത്യ 6-ാം അധ്യായത്തിലെ ഒന്നാമത്തെ ശീർഷകം എന്ത്? ശത്രുത അവസാനിപ്പിക്കുക, വിശ്വസ്തത പാലിക്കുക, സ്നേഹത്തോടെ പെരുമാറുക, പരസ്പരം സഹായിക്കുക. ഉത്തരം പരസ്പരം സഹായിക്കുക. നാലാമത്തെ ചോദ്യമാണ്, ഒരുവൻ എന്തിലകപ്പെട്ടാലാണ് സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കേണ്ടത്? തെറ്റിൽ, ശണ്ഠയിൽ, ശത്രുതയിൽ, നീരസത്തിൽ. ഉത്തരം തെറ്റിൽ. അഞ്ചാമത്തെ ചോദ്യമാണ്, ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ എങ്ങനെയുള്ള നിങ്ങൾ എന്നാണ് 6:1 പറയുന്നത്? ജഡികരായ, ഭൗതികരായ, ബുദ്ധിയുള്ള, ആത്മീയരായ. ഉത്തരം ആത്മീയരായ. ആറാമത്തെ ചോദ്യമാണ്, ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ എങ്ങനെയാണ് അവരെ വീണ്ടെടുക്കേണ്ടത്? സ്നേഹത്തോടെ, സൗമ്യതയോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ. ഉത്തരം സൗമ്യതയോടെ. ഏഴാമത്തെ ചോദ്യമാണ്, തെറ്റിലകപ്പെട്ട ഒരുവനെ വീണ്ടെടുക്കുമ്പോൾ നിങ്ങളും എങ്ങനെ ആകാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുക എന്നാണ് 6:1 പറയുന്നത്? വഞ്ചിതരാകാതിരിക്കാൻ, കോപമുള്ളവർ ആകാതിരിക്കാൻ, പ്രലോഭിതരാകാതിരിക്കാൻ, കലഹിതരാകാതിരിക്കാൻ. ഉത്തരം പ്രലോഭിതരാകാതിരിക്കാൻ. എട്ടാമത്തെ ചോദ്യമാണ്, പരസ്പരം എന്ത് വഹിച്ചുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കേണ്ടത്? ചുമതലകൾ വഹിച്ച്, കൽപ്പനകൾ നിർവഹിച്ച്, ഭാരങ്ങൾ വഹിച്ച്, അസ്വസ്ഥതകൾ സഹിച്ച്. ഉത്തരം ഭാരങ്ങൾ വഹിച്ച്. ഒമ്പതാമത്തെ ചോദ്യമാണ്, പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ എന്താണ് പൂർത്തിയാക്കേണ്ടത്? വാഗ്ദാനം, കൽപ്പന, നിയമം, നന്മകൾ. ഉത്തരം നിയമം. 10ാമത്തെ ചോദ്യമാണ്, ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ ഭാവിക്കുന്നതെന്ത്? വലിയവനാണെന്ന്, കഴിവുള്ളവനാണെന്ന്, എന്തോ ആണെന്ന്, വിശ്വാസനാണെന്ന്. ഉത്തരം എന്തോ ആണെന്ന്. 11ാമത്തെ ചോദ്യമാണ്, ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ തന്നെ എന്തു ചെയ്യുന്നു? പ്രശംസിക്കുന്നു, വഞ്ചിക്കുന്നു, നശിപ്പിക്കുന്നു, ആത്മപ്രശംസ ചെയ്യുന്നു. ഉത്തരം വഞ്ചിക്കുന്നു. 12ാമത്തെ ചോദ്യമാണ്, ഓരോ വ്യക്തിയും എന്താണ് വിലയിരുത്തട്ടെ എന്ന് പറയുന്നത്? സ്വന്തം പ്രവൃത്തികൾ, സ്വന്തം അധ്വാനങ്ങൾ, സ്വന്തം സമ്പാദ്യങ്ങൾ, സ്വന്തം ചെയ്തികൾ. ഉത്തരം സ്വന്തം ചെയ്തികൾ. 13ാമത്തെ ചോദ്യമാണ്, ഓരോ വ്യക്തിയും സ്വന്തം ചെയ്തികൾ വിലയിരുത്തുമ്പോൾ എന്തിനുള്ള വകയാണ് ലഭിക്കുന്നത്? തിരുത്താനുള്ള വക,
അഭിമാനിക്കാനുള്ള വക, പ്രവർത്തിക്കാനുള്ള വക, വിലയിരുത്താനുള്ള വക. ഉത്തരം അഭിമാനിക്കാനുള്ള വക. 14ാമത്തെ ചോദ്യമാണ്, ഓരോ വ്യക്തിയും വിലയിരുത്തുമ്പോൾ അഭിമാനിക്കാനുള്ള വക മറ്റുള്ളവരായിരിക്കില്ല, പിന്നെ ആരിലായിരിക്കും ഉണ്ടാവുക? വീട്ടുകാരിൽ തന്നെ, മാതാപിതാക്കളിൽ തന്നെ, അവനവനിൽ തന്നെ, മക്കളിൽ തന്നെ? ഉത്തരം അവനവനിൽ തന്നെ. 15ാമത്തെ ചോദ്യമാണ്, ഓരോരുത്തരും എന്താണ് വഹിച്ചേ മതിയാവൂ എന്ന് 6:5 പറയുന്നത്? സ്വന്തം കുടുംബം, സ്വന്തം വസ്തുക്കൾ, സ്വന്തം ഭാരം, സ്വന്തം ധനങ്ങൾ? ഉത്തരം സ്വന്തം ഭാരം. 16ാമത്തെ ചോദ്യമാണ്, എന്ത് പഠിക്കുന്നവനാണ് തനിക്കുള്ള എല്ലാ വസ്തുക്കളുടെയും പങ്ക് അധ്യാപകന് നൽകേണ്ടത്? കൽപ്പന, നിയമം, വചനം, വാഗ്ദാനം? ഉത്തരം വചനം. 17ാമത്തെ ചോദ്യമാണ്, വചനം പഠിക്കുന്നവൻ തനിക്കുള്ള എന്തിൻ്റെ പങ്ക് ആണ് അധ്യാപകന് നൽകേണ്ടത്? ധാന്യങ്ങളുടെ പങ്ക്, മുന്തിരിയിലെ പങ്ക്, എല്ലാ നല്ല വസ്തുക്കളുടെയും പങ്ക്, ഓഹരിയിലെ പങ്ക്? ഉത്തരം എല്ലാ നല്ല വസ്തുക്കളുടെയും പങ്ക്. 18ാമത്തെ ചോദ്യമാണ്, വചനം പഠിക്കുന്നവൻ തനിക്കുള്ള എല്ലാ നല്ല വസ്തുക്കളുടെയും പങ്ക് തൻ്റെ ആർക്കാണ് നൽകേണ്ടത്? ആചാര്യന്, അധ്യാപകന്, പിതാവിന്, ശ്രേഷ്ഠന്? ഉത്തരം അധ്യാപകന്. 19ാമത്തെ ചോദ്യമാണ്, നിങ്ങൾക്ക് എന്ത് വേണ്ട എന്നാണ് 6:7 വിശുദ്ധ പൗലോസ് പറയുന്നത്? അത്യാഗ്രഹം, വ്യാമോഹം, അഹങ്കാരം, അസൂയ? ഉത്തരം വ്യാമോഹം. 20ാമത്തെ ചോദ്യമാണ്, ദൈവത്തെ എന്ത് ചെയ്യാനാവില്ല എന്നാണ് 6:7 പറയുന്നത്? നോക്കിയിരിക്കാൻ, കബളിപ്പിക്കാൻ, രക്ഷിക്കാനാവില്ല, ബലപ്പെടുത്താനാവില്ല? ഉത്തരം കബളിപ്പിക്കാൻ. 21ാമത്തെ ചോദ്യമാണ്, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ എന്തു ചെയ്യുമെന്നാണ് 6:7 പറയുന്നത്? പറിക്കും, മുറിക്കും, കൊയ്യും, നടും? ഉത്തരം കൊയ്യും. 22ാമത്തെ ചോദ്യമാണ്, സ്വന്തം എന്തിൽ നിന്ന് വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് കൊയ്തെടുക്കുമെന്ന് പറയുന്നത്? ആത്മാവിനായി, മോഹത്തിനായി, ജഡത്തിനായി, സുഖത്തിനായി? ഉത്തരം ജഡത്തിനായി. 23ാമത്തെ ചോദ്യമാണ്, സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് എന്താണ് കൊയ്തെടുക്കുന്നത്? ക്ഷാമം, തിന്മ, നാശം, അശുദ്ധി? ഉത്തരം നാശം. 24ാമത്തെ ചോദ്യമാണ്, ആത്മാവിനായി വിതയ്ക്കുന്നവൻ എന്തിൽ നിന്നാണ് കൊയ്തെടുക്കുന്നത്? ജഡത്തിൽ നിന്ന്, ആത്മാവിൽ നിന്ന്, നന്മയിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന്? ഉത്തരം ആത്മാവിൽ നിന്ന്. 25ാമത്തെ ചോദ്യമാണ്, ആത്മാവിനായി വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് എന്താണ് കൊയ്തെടുക്കുന്നത്? ആത്മീയ ജീവൻ, നിത്യജീവൻ, നന്മ, സന്തോഷം? ഉത്തരം നിത്യജീവൻ. 26ാമത്തെ ചോദ്യമാണ്, എന്ത് ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ എന്നാണ് 6:9 പറയുന്നത്? കരുണ, ദാനധർമ്മം, നന്മ, സ്നേഹം? ഉത്തരം നന്മ. 27ാമത്തെ ചോദ്യമാണ്, നന്മ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്ത് തോന്നാതിരിക്കട്ടെ എന്നാണ് 6:9 പറയുന്നത്? അലസത, മന്ദത, മടുപ്പ്, ഉത്സാഹക്കുറവ്? ഉത്തരം മടുപ്പ്.
28-ാം ചോദ്യമാണ്, നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം എന്തെടുക്കാമെന്നാണ് 6-9 പറയുന്നത്? ശേഖരിക്കാം, വിളവെടുക്കാം, കൊയ്തെടുക്കാം, സമ്പത്തെടുക്കാം. ഉത്തരം വിളവെടുക്കാം. 29-ാം ചോദ്യമാണ്, നമുക്ക് എന്ത് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാമെന്നാണ് 6-9 പറയുന്നത്? മന്ദത, അലസത, മടുപ്പ്, ക്ഷീണം. ഉത്തരം മടുപ്പ്. 30-ാം ചോദ്യമാണ്, നമുക്ക് എന്ത് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് സകല മനുഷ്യർക്കും നന്മ ചെയ്യാമെന്ന് പറയുന്നത്? ആനുകൂല്യം, സമ്പത്ത്, അവസരം, ധനശേഖരണം. ഉത്തരം അവസരം. 31-ാം ചോദ്യമാണ്, നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് സകല മനുഷ്യർക്കും, പ്രത്യേകിച്ച് ആർക്കാണ് നന്മ ചെയ്യാമെന്ന് പറയുന്നത്? ഒരേ സമൂഹത്തിൽ അംഗങ്ങളായവർക്ക്, ഒരു പ്രദേശത്തിൽ അംഗങ്ങളായവർക്ക്, വിശ്വാസത്തിൽ ഒരേ കുടുംബത്തിൽ അംഗങ്ങളായവർക്ക്, ഒരേ രാജ്യത്തിൽ അംഗങ്ങളായവർക്ക്. ഉത്തരം വിശ്വാസത്താൽ ഒരേ കുടുംബത്തിൽ അംഗങ്ങളായവർക്ക്. 32-ാം ചോദ്യമാണ്, ഗലാത്യ 6-ാം അധ്യായത്തിലെ 2-ാമത്തെ ശീർഷകം എന്ത്? 11 മുതൽ 18 വരെ. അന്തിമ വാഗ്ദാനങ്ങൾ, അന്തിമ ലക്ഷ്യങ്ങൾ, അന്തിമ നിർദ്ദേശങ്ങൾ, അന്തിമ വിശ്വാസങ്ങൾ. ഉത്തരം അന്തിമ നിർദ്ദേശങ്ങൾ. 33-ാം ചോദ്യമാണ്, വിശുദ്ധ പൗലോസ് എങ്ങനെയാണ് എഴുതിയത് എന്നാണ് 6:11 പറയുന്നത്? സ്വന്തം ലിപിയിൽ, സ്വന്തം അച്ചടിയിൽ, സ്വന്തം മഷിയിൽ, സ്വന്തം കൈപ്പടയിൽ. ഉത്തരം സ്വന്തം കൈപ്പടയിൽ. 34-ാം ചോദ്യമാണ്, സ്വന്തം കൈപ്പടയിൽ എങ്ങനെ ഞാൻ എഴുതിയിരിക്കുന്നത് എന്ന് നോക്കൂ എന്നാണ് വിശുദ്ധ പൗലോസ് 6:11 പറയുന്നത്? ചെറിയ അക്ഷരത്തിൽ, വലിയ അക്ഷരത്തിൽ, കൂട്ടക്ഷരത്തിൽ, ലിപികളിൽ. ഉത്തരം വലിയ അക്ഷരത്തിൽ. 35-ാം ചോദ്യമാണ്, ശാരീരികമായ എന്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് എന്നാണ് പറയുന്നത്? ആത്മീയ കാര്യങ്ങളിൽ, ജഡിക കാര്യങ്ങളിൽ, ഭൗതിക കാര്യങ്ങളിൽ, ബാഹ്യകാര്യങ്ങളിൽ. ഉത്തരം ബാഹ്യകാര്യങ്ങളിൽ. 36-ാം ചോദ്യമാണ്, ശാരീരികമായ ബാഹ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് എന്ന് എന്ത് കർമ്മത്തിന് നിർബന്ധിക്കുന്നത് എന്ന് പറയുന്നത്? സ്നാനത്തിന്, തലോടലിന്, പരിച്ഛേദന കർമ്മത്തിന്, വിഗ്രഹാരാധനയ്ക്ക്. ഉത്തരം പരിച്ഛേദന കർമ്മത്തിന്. 37-ാം ചോദ്യമാണ്, പരിച്ഛേദന കർമ്മത്തിന് ഗലാത്യക്കാരെ നിർബന്ധിക്കുന്നത് ക്രിസ്തുവിൻ്റെ കുരിശിനെ പ്രതി എന്ത് ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ അങ്ങനെ ചെയ്യുന്നത്? നശിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, തകർക്കപ്പെടാതിരിക്കാൻ വേണ്ടി, അപമാനിക്കപ്പെടാതിരിക്കാൻ വേണ്ടി. ഉത്തരം പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി. 38-ാം ചോദ്യമാണ്, പരിച്ഛേദനം സ്വീകരിച്ചവർ പോലും എന്ത് ചെയ്യുന്നില്ല എന്നാണ് 6:13 വിശുദ്ധ പൗലോസ് പറയുന്നത്? നിയമം പാലിക്കുന്നില്ല, നിയമം പൂർത്തീകരിക്കപ്പെടുന്നില്ല, നിയമം അനുസരിക്കുന്നില്ല, നിയമം വിശ്വസിക്കുന്നില്ല. ഉത്തരം നിയമം അനുസരിക്കുന്നില്ല. 39-ാം ചോദ്യമാണ്, ഗലാത്യക്കാരുടെ എന്തിനെക്കുറിച്ച് മേന്മ ഭാവിക്കാൻ കഴിയേണ്ടതിന് എന്നാണ് പറയുന്നത്? ആത്മാവിനെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ച്, മനസ്സിനെക്കുറിച്ച്, സമ്പത്തിനെക്കുറിച്ച്. ഉത്തരം ശരീരത്തെക്കുറിച്ച്. 40-ാമത്തെ ചോദ്യമാണ്, പരിച്ഛേദനത്തിന് ഗലാത്യക്കാരെ നിർബന്ധിക്കുന്നവർ ഗലാത്യക്കാർ പരിച്ഛേദിതരായി കാണാൻ എന്തുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത്?
ശരീരത്തെക്കുറിച്ച് അവർക്ക് മേന്മ ഭാവിക്കാൻ, മനസ്സിനെക്കുറിച്ച് മേന്മ ഭാവിക്കാൻ, ആത്മാവിനെക്കുറിച്ച് മേന്മ ഭാവിക്കാൻ, സമ്പത്തിനെക്കുറിച്ച് മേന്മ ഭാവിക്കാൻ. ഉത്തരം ശരീരത്തെക്കുറിച്ച് അവർക്ക് മേന്മ ഭാവിക്കാൻ. 41 ചോദ്യമാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ എന്തിനല്ലാതെ മറ്റൊരുവനിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ എന്നാണ് വിശുദ്ധ പൗലോസ് 6:14 പറയുന്നത്. ശരീരത്തിലല്ലാതെ, രക്തത്തിലല്ലാതെ, കുരിശിലല്ലാതെ, വചനത്തിലല്ലാതെ. ഉത്തരം കുരിശിലല്ലാതെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിൽ അല്ലാതെ മറ്റൊന്നിലും എന്ത് ഭാവിക്കാൻ ഇടയാകാതിരിക്കട്ടെ എന്നാണ് 6:14 പറയുന്നത്. നന്മ, രക്ഷ, മഹത്വം. ഉത്തരം മേന്മ. 43 ചോദ്യമാണ്, യേശുക്രിസ്തുവിനെ പ്രതി ലോകം എനിക്കും ഞാൻ ഡാഷിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പൂരിപ്പിക്കുക. സുഖത്തിന്, ലോകത്തിന്, രാജ്യത്തിന്, സ്വർഗത്തിന്. ഉത്തരം ലോകത്തിന്. 44 ചോദ്യമാണ്, എന്ത് നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ കാര്യമില്ല എന്നാണ് പറയുന്നത്. സ്നാനകർമ്മം, ജീവിതകർമ്മം, പരിച്ഛേദന കർമ്മം, വാഗ്ദാന കർമ്മം. ഉത്തരം പരിച്ഛേദന കർമ്മം. 45 ചോദ്യമാണ്, എന്താവുക എന്നതാണ് പരമപ്രധാനമെന്നാണ് 6:15 പറയുന്നത്. പുതിയ തലമുറയാവുക, പുതിയ സൃഷ്ടിയാവുക, പുതിയ ജീവിതമാവുക, പുതിയ വസ്തുക്കളാവുക. ഉത്തരം പുതിയ സൃഷ്ടിയാവുക. 46 ചോദ്യമാണ്, പുതിയ സൃഷ്ടിയാവുക എന്നതാണ് ഡാഷ്. പൂരിപ്പിക്കുക. ജീവിത ലക്ഷ്യം, സ്വർഗലക്ഷ്യം, പരമപ്രധാനം, കുടുംബപ്രധാനം. ഉത്തരം പരമപ്രധാനം. 47 ചോദ്യമാണ്, നിയമമനുസരിച്ച് വ്യാപരിക്കുന്ന എല്ലാവർക്കും, അതായത് ദൈവത്തിൻ്റെ ആർക്കാണ് സമാധാനവും കാരുണ്യവും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത്? ഗ്രീക്കുകാർക്ക്, ഇസ്രായേലിന്, റോമാക്കാർക്ക്, സമരിയക്കാർക്ക്. ഉത്തരം ഇസ്രായേലിന്. 48 ചോദ്യമാണ്, നിയമം അനുസരിച്ച് വ്യാപരിക്കുന്ന എല്ലാവർക്കും, അതായത് ദൈവത്തിൻ്റെ ഇസ്രായേലിന് എന്താണ് ഉണ്ടാകട്ടെ എന്ന് പറയുന്നത്? സ്നേഹവും ഭയവും, സ്നേഹവും വിശ്വാസവും, സമാധാനവും കാരുണ്യവും, സമാധാനവും ക്ഷമയും. ഉത്തരം സമാധാനവും കാരുണ്യവും. 49 ചോദ്യമാണ്, ഇനിമേൽ ആരും എന്നെ എന്ത് ചെയ്യരുത് എന്നാണ് 6:17 വിശുദ്ധ പൗലോസ് പറയുന്നത്? ശല്യപ്പെടുത്തരുത്, വീണ്ടെടുക്കരുത്, ബുദ്ധിമുട്ടിക്കരുത്, പ്രത്യാശ അർപ്പിക്കരുത്. ഉത്തരം ബുദ്ധിമുട്ടിക്കരുത്. 50 ചോദ്യമാണ്, ഇനിമേൽ ആരും എന്നെ ബുദ്ധിമുട്ടിക്കരുത്, എന്തെന്നാൽ ഞാൻ എൻ്റെ എവിടെയാണ് യേശുക്രിസ്തുവിനെ അടയാളങ്ങൾ ധരിക്കുന്നത്? മനസ്സിൽ, ശരീരത്തിൽ, ആത്മാവിൽ, വസ്തുക്കളിൽ. ഉത്തരം ശരീരത്തിൽ. 51 ചോദ്യമാണ്, ശരീരത്തിൽ യേശുവിൻ്റെ എന്താണ് ധരിക്കുന്നുവെന്ന് 6:17 പറയുന്നത്? മുദ്രകൾ, ചിഹ്നങ്ങൾ, അടയാളങ്ങൾ, വസ്ത്രങ്ങൾ. ഉത്തരം അടയാളങ്ങൾ. 52 ചോദ്യമാണ്, സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ എന്താണ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നത്? കൃപ, ദാനം, സ്നേഹം, വാഗ്ദാനം. ഉത്തരം കൃപ. 53 ചോദ്യമാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ എന്തിനോട് കൂടി ഉണ്ടായിരിക്കട്ടെ, ആമേൻ എന്നാണ് വിശുദ്ധ പൗലോസ് 6:18 പറയുന്നത്? ശരീരത്തിനോട് കൂടെ, മനസ്സിനോട് കൂടെ, ആത്മാവിനോട് കൂടെ, വസ്തുക്കളോട് കൂടെ.
ഉത്തരം ആത്മാവിനോട് കൂടെ. 54 സമാന വചനമാണ്. 6:16 സമാന വചനം. സങ്കീർത്തനം 165:5 ഇസ്രായേലിന് സമാധാനവും കാരുണ്യവും ഉണ്ടാകട്ടെ എന്നതാണ് 6:16 പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനം 125:5 കേട്ടോ.